ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ കുംഭമാസത്തിലെ മകം നക്ഷത്ര ദിവസം. ഞാൻ നേരത്തെ തന്നെ അതിനെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു. കുളിക്കുന്ന സമയത്ത് ചൊല്ലേണ്ട മന്ത്രം, ചെയ്യേണ്ട താന്ത്രികം എന്നിവയെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ടൊരു വീഡിയോ ഇട്ടിരുന്നുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത്, നാളെ കുംഭമാസത്തിലെ മകം നക്ഷത്ര ദിവസത്തിൽ രാവിലെ നമ്മൾ എണീറ്റ് ഉടൻ തന്നെ, എപ്പോഴാണോ ഉണരുന്നത് ആ സമയം തന്നെ നമ്മൾ ചൊല്ലേണ്ട ഒരു അത്ഭുത തിരുനാമത്തെക്കുറിച്ചാണ്. ഒരുപാട് തിരുനാമങ്ങളെക്കുറിച്ചും മന്ത്രജപങ്ങളെക്കുറിച്ചും വഴിപാട് രീതികളെക്കുറിച്ചും പൂജാവിധികളെക്കുറിച്ചുമെല്ലാം നമ്മുടെ ഈ ചാനലിലൂടെ നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതുപ്രകാരം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് മുരുകനാമങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. മുരുക ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ സന്തോഷം അനുഭവപ്പെടുന്നുണ്ട് എന്നെല്ലാം നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ അത് വായിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കുവാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും എനിക്ക് മുരുക ഭഗവാനെക്കുറിച്ച് കാര്യങ്ങൾ പറയുവാനും തിരുനാമങ്ങൾ ചൊല്ലുവാനും വളരെയധികം സന്തോഷവും ഭാഗ്യവും തരുന്ന ഒന്ന് തന്നെയാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ മാസിമകം എന്ന് പറയുമ്പോൾ എല്ലാ ദേവീ ദേവന്മാർക്കും ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് ദേവീ വഴിപാടിന് ഉത്തമമായ ഒരു ദിവസമാണ്. മാസി തിരുവിഴ എന്ന് പറഞ്ഞ് തമിഴ്നാടുകളിലെ എല്ലാ ക്ഷേത്രങ്ങളിലും ഓരോ ഉത്സവം നടക്കാറുണ്ട്. കുംഭമാസത്തിലെ ഒരു ഉത്സവങ്ങളാണിതെല്ലാം. അങ്ങനെ നടക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് തിരുച്ചെന്തൂരിലുള്ള മാസി തിരുവിഴ എന്ന് പറയുന്നത്. 3 ബ്രഹ്മ, വിഷ്ണു, അതുപോലെ തന്നെ ശിവഭഗവാൻ, 3 കോലത്തിൽ ഭഗവാൻ നമുക്ക് എഴുന്നരുളി അനുഗ്രഹം തരുന്ന ഒന്നാണ് ഈ മാസി തിരുവിഴ ദിവസത്തിൻ്റെ പ്രത്യേകത. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, മുരുക എന്ന് വിളിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരു ദൈവത്തെ മാത്രമല്ല വഴിപാട് ചെയ്യുന്നത്, ഒരു ദൈവത്തെ മാത്രമല്ല വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, മറിച്ച് മുരുക എന്ന് വിളിക്കുന്നത് മുഖാന്തരം മുകുന്ദനെയും രുദ്രനെയും നമ്മുടെ ബ്രഹ്മദേവനെയും പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അതിന് നമുക്ക് ഏറ്റവും ഉത്തമ ഉദാഹരണം എന്ന് പറയുന്നത് തിരുച്ചെന്തൂർ സെന്തിലാണ്ടവൻ തന്നെയാണ്. ഈ മാസി തിരുവിഴ ദിവസങ്ങളിൽ മുരുക ഭഗവാൻ ഓരോ ദിവസങ്ങളിലും ഓരോ അലങ്കാരത്തിലാണ് നമുക്ക് അനുഗ്രഹം തരുന്നത്. ബ്രഹ്മദേവനെ കുറിക്കുന്ന രീതിയിൽ വെളുത്ത നിറത്തിലുള്ള വസ്ത്രമണിഞ്ഞ് വെളുത്ത നിറത്തിൽ അലങ്കാരങ്ങൾ അണിഞ്ഞ് ഭക്തജനങ്ങൾക്ക് അനുഗ്രഹം കൊടുക്കുന്നു. എന്തുകൊണ്ടാണ്? തലയെഴുത്തെ മാറ്റിയെഴുതുവാൻ സാധിക്കുന്ന ഭഗവാൻ കന്തക്കടവുൾ എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബ്രഹ്മദേവൻ്റെ അനുഗ്രഹത്തിനായിട്ട് മുരുക ഭഗവാൻ പറയുകയാണ്, ഞാൻ എല്ലാമാണ്, എന്നിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്ന രൂപത്തിലാണ് ബ്രഹ്മദേവൻ്റെ രൂപത്തിൽ നമുക്ക് അനുഗ്രഹം തരുന്നത്. ഇതിനെ വെള്ളൈ സാത്തി എന്ന് പറയും. 2ാം ദിവസത്തിൽ നമുക്ക് ശിവഭഗവാനായിട്ട് തന്നെയാണ് നമുക്ക് മുരുക ഭഗവാൻ അനുഗ്രഹം തരുന്നത്. എങ്ങനെ? ചുവന്ന നിറത്തിലുള്ള അലങ്കാരങ്ങൾ കൊണ്ട്, വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് ഭഗവാൻ നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം തരുന്നു. ഈ ഒന്നിനെ നമുക്ക് രുദ്രഭഗവാനായിട്ട് കാണുന്ന ഈ ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ ഭഗവാനെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ എല്ലാ സങ്കടങ്ങളും തീർത്തു തരുന്ന ഒരു ഭഗവാനായിട്ടാണ് അറിയപ്പെടുന്നത്. നമ്മുടെ എല്ലാ വേദനകളും ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന ഭഗവാനായിട്ട്. ഇതിനെ ചിവപ്പ് സാത്തി അല്ലെങ്കിൽ സിവപ്പ് സാത്തി എന്ന് പറയപ്പെടുന്നു. ഇനി 3ാമതായിട്ട് പച്ചൈ സാത്തി. വർഷത്തിലൊരിക്കൽ മാത്രമാണ് ഈ ഒരു വിശേഷപ്പെട്ട ഭഗവാൻ നമുക്ക് അനുഗ്രഹം തരുന്ന ഒരു ദിവസമായിട്ട് കരുതപ്പെടുന്നത്. അതുകൊണ്ട് 3ാം ദിവസത്തിൽ നമുക്ക് പച്ചൈ സാത്തി, പച്ച നിറം ആരാണ്? കാർമുകിൽ വർണ്ണൻ, നമ്മുടെ ഗോവിന്ദ ഭഗവാൻ അല്ലേ. മാലോനായിട്ട് മൈലോൻ നമുക്ക് അനുഗ്രഹം തരുന്ന കാഴ്ച. അതായത് പച്ച നിറം നമ്മുടെ ഗോവിന്ദ ഭഗവാനെ കുറിക്കുന്നതാണ്. പച്ച നിറം നമ്മുടെ കഷ്ടപ്പാടുകളെ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ഇല്ലാതാക്കുന്ന ഒന്നാണ്. സാമ്പത്തികപരമായ വർധനയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ദിവസത്തിൽ ഭഗവാനെ ദർശനം ചെയ്യുന്നതിലൂടെ നേടിയെടുക്കുവാൻ സാധിക്കും. ഇതിനെ പച്ചൈ സാത്തി എന്ന് പറയുന്നുണ്ട്. മയിലോൻ മാലോനായിട്ട് കാഴ്ച തരുന്നു എന്ന് പറഞ്ഞു. എങ്ങനെയാണ്? എന്താണ് ഈ മാലോൻ മയിലോൻ? നമ്മുടെ ജീവിതത്തിൽ എത്ര ലോണുകൾ ഉണ്ടെങ്കിലും എത്ര കഷ്ടപ്പാടുകൾ ഉണ്ടെങ്കിലും അതെല്ലാം തീർത്തു തരുവാൻ സാധിക്കും നമ്മുടെ മുരുക ഭഗവാനെയും അതുപോലെ തന്നെ നമ്മുടെ വെങ്കടാചലപതിയും നമ്മൾ മുറുകെ പിടിച്ചാൽ അല്ലേ. മാലോനും മയിലോനും, മാമനും മരുമോനും, അതാണ് ഇവിടെ പ്രത്യേകത. അപ്പോൾ അങ്ങനെ 3 ദൈവങ്ങളെയും കുറിക്കുന്ന രീതിയിൽ നമുക്ക് തിരുച്ചെന്തൂർ ക്ഷേത്രത്തിൽ സെന്തിലാണ്ടവൻ നമുക്ക് അനുഗ്രഹം തരുന്ന ഒരു വിശേഷപ്പെട്ട ദിവസമാണ് ഈ വരുന്ന മാസിമകം, മാസി തിരുവിഴ എന്ന് പറയുന്ന ദിവസങ്ങളിൽ. ഈ ഒരു ദിവസത്തിൽ നമ്മൾ മുരുക ഭഗവാനെ എന്ത് ജപിച്ചാണ് പ്രാർത്ഥിക്കേണ്ടത്?
രാവിലെ ഉണർന്ന ഉടൻ തന്നെ നമ്മൾ കണ്ണുകൾ തുറന്ന ഉടനെ തന്നെ നാളെ ചൊല്ലേണ്ട ഒരു മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും സ്വാഭാവികമായിട്ടും മുരുകഭക്തർക്ക് എല്ലാവർക്കും തന്നെ വളരെയധികം അറിയുന്ന ഒരു മന്ത്രമാണ്. ഞാൻ എന്നും നമ്മുടെ വീഡിയോകളിലൂടെ പറയുന്ന ഒരു മന്ത്രമാണ്. തിരുച്ചെന്തൂർ ആണ്ടവനെ പ്രത്യേകിച്ച് ഷൺമുഖർ എന്നാണ് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ രാവിലെ ഉണർന്ന ഉടൻ തന്നെ കണ്ണുകൾ തുറന്ന ഉടൻ തന്നെ ഓം ഷൺമുഖായ നമ, ഓം ഷൺമുഖായ നമ, ഓം ഷൺമുഖായ നമ, ഓം ഷൺമുഖായ നമ എന്നുള്ള മന്ത്രം നമുക്ക് ഒരു 5-10 മിനിറ്റോ ജപിക്കാവുന്നതാണ്. ഷൺമുഖ കടവുളുടെ അതായത് മുരുക ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് മാസി മകം ദിവസം രാവിലെ കണ്ണുകൾ തുറന്ന ഉടനെ പല്ലു തേക്കണമെന്നില്ല, കുളിക്കണമെന്നില്ല, ഇനി നമുക്ക് പൂജാമുറിയിൽ കയറണമെന്നില്ല. നമ്മുടെ ഭഗവാന്റെ തിരുനാമം നമ്മുടെ മനസ്സിലും നമ്മൾ ഉച്ചരിക്കുവാനും യാതൊരു വിധത്തിലുള്ള തടസ്സങ്ങളുമില്ല. ശുദ്ധമായ മനസ്സു മാത്രം മതി എന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നാളെ രാവിലെ ഉണർന്നെഴുന്നേറ്റ ഉടൻ തന്നെ ഓം ഷൺമുഖായ നമ, ഓം ഷൺമുഖായ നമ, ഓം ഷൺമുഖായ നമ എന്ന് വിളിക്കാം. നമ്മൾ എപ്പോൾ മനസ്സുരുകി മുരുക ഭഗവാനെ വിളിക്കുന്നുവോ അപ്പോൾ നമ്മുടെ മുൻപിലേക്ക് പറന്നെത്തും വേലവൻ എന്നാണ് പറയുന്നത്. എവിടെയെങ്കിലും യാത്ര തിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമ്മൾ എവിടെയെങ്കിലും പോവുകയാണ്, ഏതെങ്കിലും ഒരു കാര്യങ്ങൾ നിറവേറി കിട്ടുവാൻ വേണ്ടി നമ്മൾ കാറിലോ ബൈക്കിലോ ബസ്സിലോ എവിടെയാണെങ്കിലും പോവുകയാണ്. വണ്ടിയിൽ അല്ലെങ്കിൽ നമ്മൾ എവിടെ പോകുമ്പോഴും ഏത് വാഹനമാണെങ്കിലും അതിൽ കയറിയ ഉടൻ തന്നെ ഈ ഒരു വാക്ക് പറയുക: മുരുക, നിങ്ങളെ ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ് ഈ യാത്ര തുടങ്ങുന്നത്. എനിക്ക് കാവലായി നിങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ യാത്ര തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഇറങ്ങി ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ടാവില്ല. വ്യക്തമായിട്ടും എഴുതിയിട്ടുണ്ടാകും യാമിരുക്ക ഭയമീൻ, അല്ലെങ്കിൽ ഒരു വേല്, അല്ലെങ്കിൽ മയിൽ, അല്ലെങ്കിൽ മുരുക ഭഗവാന്റെ ചിത്രം, അല്ലെങ്കിൽ ഓം ഷൺമുഖ, അല്ലെങ്കിൽ ഓം മുരുക. എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒന്ന് ശ്രമിച്ചു നോക്കൂ, അല്ലെങ്കിൽ ശ്രദ്ധിച്ചു നോക്കൂ, അല്ലെങ്കിൽ ചെയ്തു നോക്കൂ. എങ്ങനെ വേണമെങ്കിലും പരീക്ഷിക്കാനായിട്ടാണെങ്കിലും ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് നിങ്ങളിതൊന്ന് ശ്രമിച്ചു നോക്കുക. അങ്ങനെ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭഗവാനാണ് നമ്മുടെ കന്തക്കടവുൾ എന്നറിയപ്പെടുന്ന മുരുക ഭഗവാൻ, അല്ലേ? അങ്ങനെയുള്ള മുരുക ഭഗവാനെ നമുക്ക് എല്ലാ മന്ത്രങ്ങൾ ചൊല്ലിയും പ്രാർത്ഥിക്കാം. പക്ഷെ ഞാൻ തിരുച്ചെന്തൂരിലെ പ്രത്യേക ദിവസമായതുകൊണ്ടാണ് നാളെ ഓം ഷൺമുഖായ നമ എന്ന് മന്ത്രം ജപിക്കുവാനായിട്ട് പറയുന്നത്. മുരുക ഭഗവാൻ നമ്മൾ വെറുതെ മനസ്സിലൊന്ന് മുരുക എന്ന് വിളിച്ചാലോ, ഷൺമുഖ എന്ന് വിളിച്ചാലോ, കന്ത എന്ന് വിളിച്ചാലോ, കടമ്പ എന്ന് വിളിച്ചാലോ, കതിർവേല എന്ന് വിളിച്ചാലോ നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കും. അങ്ങനെയാകുമ്പോൾ മനസ്സൊരുക്കിക്കൊണ്ട്, കന്ത, നീയല്ലാതെ എൻ്റെ ജീവിതത്തിൽ വേറെ ആരുമില്ലല്ലോ, എനിക്ക് നിങ്ങളെയല്ലാതെ വേറെ ആരുമില്ലല്ലോ, എന്നെ എന്തിനപ്പാ ഇങ്ങനെ പരീക്ഷിക്കുന്നത്, ഞാൻ എന്തപ്പാ തെറ്റു ചെയ്ത് എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കൂ. ആ നിമിഷം ഉരുകി വരും മുരുക ഭഗവാൻ നമ്മുടെ അടുത്തേക്ക്. കാരണം എന്താണ്? കരുണൈ ഉള്ളം കൊണ്ട ശിവഭഗവാന്റെ പുത്രനാണല്ലോ നമ്മുടെ സാക്ഷാൽ മുരുക ഭഗവാൻ എന്ന് പറയുന്നത്. ചോദിച്ചതെല്ലാം വാരിക്കോരി കൊടുക്കുവാൻ തയ്യാറായി നിൽക്കുന്ന അപ്പനുണ്ടാകുമ്പോൾ ആ അപ്പൻ്റെ പുത്രനായ മുരുക ഭഗവാന് നമുക്ക് എന്തെല്ലാം തരാൻ തയ്യാറായി നിൽക്കുകയാണല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശിവഭഗവാനെ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടോ? എന്ത് ചോദിച്ചാലും, അസുരന്മാർ പോലും എന്ത് ചോദിച്ചാലും അനുഗ്രഹം കൊടുത്ത് അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് അവർ അനുഗ്രഹിക്കും. സ്വാഭാവികമായിട്ടും അങ്ങനെ എത്രയോ കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. എന്തിന്, ശൂരപത്മാസുരന് പോലും വരം കൊടുത്ത ആളാണല്ലോ നമ്മുടെ ശിവഭഗവാൻ. അതിൻ്റെ കഥകളെല്ലാം നമുക്ക് ഒരുപാട് അറിയാവുന്നതാണ്. നമ്മുടെ കന്തപുരാണത്തിൽ തന്നെ നമ്മൾ പറയുന്നുണ്ടല്ലേ എന്തെല്ലാമാണ് എന്നുള്ള കാര്യം. ശിവഭഗവാന് വളരെ ഇളകിയ മനസ്സാണ്. ചോദിച്ചതെല്ലാം അപ്പോൾ തന്നെ വാരിക്കോരിത്തരും. അച്ഛൻ്റെ അതേ സ്വഭാവം തന്നെയാണല്ലോ മകനും. അതുകൊണ്ട് നമ്മൾ മനസ്സൊരുക്കി നമ്മുടെയാണ് ഭഗവാൻ നമ്മളോടൊപ്പം ഉണ്ട് എന്ന് നമ്മൾ മനസ്സൊരുക്കി വിളിക്കുന്ന സമയത്ത്, വിശ്വസിച്ച് വിളിക്കുന്ന സമയത്ത്, വേലോടുകൂടി കണ്ണടച്ചൊന്ന് ഞാൻ പറയുന്നതൊന്ന് ചിന്തിച്ച് നോക്കൂ. വേല് കയ്യിൽ പിടിച്ച് ഒരു കുഞ്ഞു ബാലൻ നമ്മളെ നോക്കി ഓടി വരുന്ന ആ രൂപം നിങ്ങളുടെ മനസ്സിലിപ്പോൾ തെളിഞ്ഞു വന്ന് കാണാം, അല്ലേ? ഇങ്ങനെ കാലിൽ തണ്ടയും കിങ്ങിണിയും സതങ്കയും അതുപോലെ തന്നെ കടമ്പും തോൾമാലയും എല്ലാം ചാർത്തിയിട്ട് ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ ആടി 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 നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അത് മനസ്സിൽ വിചാരിക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം തോന്നുന്നു, അല്ലേ? നമ്മുടെ വിഷമങ്ങൾ മാറ്റാൻ, നമ്മുടെ കണ്ണീര് തുടയ്ക്കുവാൻ, ഞാനുണ്ടല്ലോ, എന്തിനാ വിഷമിക്കുന്നത് എന്ന് ചോദിക്കുവാൻ വേണ്ടി ഇങ്ങനെ വരികയാണ്. ആ മുരുക ഭഗവാനെ നമ്മൾ എപ്പോഴും മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത്, നാളെ രാവിലെ എന്നല്ല, എല്ലാ സമയത്തും സർവ്വസദാ സമയവും മുരുക 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 ഷൺമുഖ കന്ത കടമ്പ കതിർവേല ജ്ഞാനപണ്ഡിത എന്ന് നമ്മൾ വിളിക്കുന്ന സമയത്ത് കാലൻ പോലും ഭയന്ന് മാറി നിൽക്കും എന്നാണ് പറയുന്നത്.
നിങ്ങളിൽ പലർക്കും അറിയാം വള്ളൽ വാരിയാർ സ്വാമി അല്ലെങ്കിൽ കൃപാനന്ദ വാരിയാർ സ്വാമിയെക്കുറിച്ച്. ഇപ്പോഴാണ് ഈ ഇടയിലാണ് മരണപ്പെട്ടത്. അദ്ദേഹം പല സന്ദർഭങ്ങളിലും മുരുക ഭഗവാനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരൊറ്റ കാര്യം മാത്രമേ ചോദിച്ചിരുന്നുള്ളൂ. എന്താണെന്നാൽ എൻ്റെ മരണം കാലൻ മുഖാന്തരമായിരിക്കരുത്, എൻ്റെ മരണസമയത്ത് കാലൻ വരരുത്, മറിച്ച് മുരുക നിങ്ങൾ വരണം എന്നുള്ള കാര്യം. അതുപോലെ തന്നെയാണ് മുരുക ഭഗവാൻ അദ്ദേഹത്തിൻ്റെ മരണം കൊടുത്തത് എന്നാണ് പറയുന്നത്. ഒരു സ്വற்பൊഴിവിനായിട്ട് ഹൈദരാബാദിലേക്ക് പോയിരുന്നു. അവിടെ വെച്ച് വളരെയധികം സീരിയസ് ആവുകയും തിരിച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുവരികയാണ്. ഇനി ജീവനില്ല, കഴിഞ്ഞു എന്നുള്ള ആ ഒരു സിറ്റുവേഷനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആകാശമാർഗേണ നമുക്ക് വിമാനത്തിലൂടെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൃപാനന്ദ വാര്യർ സ്വാമികൾ കിടപ്പാണ്, ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. ചെന്നൈയിലെ എയർപോർട്ടിൽ എല്ലാവരും കാത്തു നിൽക്കുകയാണ് കൃപാനന്ദ വാര്യർ സ്വാമിയെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ വേണ്ടി. അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും കാത്തു നിൽക്കുകയാണ്. ആ സമയത്ത് ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുന്ന ആ സ്വാമി പെട്ടെന്ന് നമ്മുടെ ഹൈദരാബാദിൽ നിന്ന് വരുമ്പോൾ തിരുപ്പതി തിരുത്തണി എല്ലാം കഴിഞ്ഞാണ് ചെന്നൈ എയർപോർട്ടിൽ എത്തുന്നത്. ആ സമയത്ത് തിരുപ്പതി ക്ഷേത്രം കണ്ടപ്പോൾ ഇങ്ങനെ എഴുന്നേറ്റ് നോക്കി, തൊഴുതില്ല. പക്ഷേ അതിനടുത്തുള്ള തിരുത്തണി ക്ഷേത്രം എത്തിയപ്പോൾ 2 കൈയും കൂപ്പി, ആ വയ്യാതെ കിടക്കുന്ന അവസ്ഥയിൽ പോലും 2 കൈയും കൂപ്പി പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആ ജീവൻ പോയത് എന്നാണ് പറയപ്പെടുന്നത്. അത്രയും നമ്മൾ ഉരുകിയ മനസ്സാണ് നമ്മുടെ മുരുക ഭഗവാൻ. എന്താണോ ചോദിക്കുന്നത് കാലനെ പോലും മാറ്റി നിർത്തുവാൻ സാധിക്കുന്ന നമ്മുടെ തിരുനാമമാണ് മുരുക ഭഗവാന്റെ തിരുനാമം എന്ന് പറയുന്നത്. ഒറ്റവരി നാമമാണെങ്കിലും മന്ത്രജപങ്ങളാണെങ്കിലും ഇനി അഥവാ തിരുപ്പുകളാണെങ്കിലും വേൽമാറൽ മഹാമന്ത്രമാണെങ്കിലും നമ്മുടെ ജീവിതത്തിലെ ഏത് തടസ്സങ്ങളെയും തവിടുപൊടിയാക്കുവാൻ സാധിക്കും ഉള്ളുരുകി മുരുക എന്ന് വിളിച്ചാൽ. ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, ഉള്ളുരുകി സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ 2 കണ്ണുനീരോടുകൂടി മുരുക എന്ന് നിങ്ങൾ വിളിച്ചു നോക്കൂ. ഉരുകാതെ മനമും ഉരുകിപ്പോകും മുരുക എന്ന് വിളിച്ചാൽ. അങ്ങനെ എത്രയോ കഥകൾ നമുക്ക് മുരുക ഭഗവാനെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ എത്രയോ കഥകൾ നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാം. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് എന്താണ്? മാസി മകൻ നക്ഷത്ര ദിവസം നാളെ തിങ്കളാഴ്ച നമ്മൾ പ്രാർത്ഥിക്കേണ്ട അല്ലെങ്കിൽ ചൊല്ലേണ്ട തിരുനാമത്തെക്കുറിച്ച്. ഇനിയൊരു കാര്യം കൂടിയുണ്ട്. നാളെ കഴിവതും ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുവാണെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുക. കാരണം ശിവഭഗവാൻ ഏറ്റവും അനുയോജ്യമായ തിങ്കളാഴ്ച ദിവസമാണ്. മുരുക ഭഗവാനെ വഴിപാട് ചെയ്യുവാൻ അനുയോജ്യമായ ദിവസമാണ്. ചോറ്റാനിക്കര അമ്മയെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ അനുയോജ്യമായ ദിവസമാണ്. ഇങ്ങനെ എത്രയോ വിശേഷങ്ങൾ നാളെ തിങ്കളാഴ്ചയിൽ അടങ്ങിയിട്ടുണ്ട്. മറക്കാതെ നാളെ ഉണർന്നെഴുന്നേറ്റ ഉടൻ തന്നെ നിങ്ങൾ ചൊല്ലേണ്ട ഈ മന്ത്രത്തെക്കുറിച്ച് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി ഒരുപാട് പേർ നമ്മുടെ കമൻറ്റ് ബോക്സുകളിലൂടെ ചോദിക്കുന്നുണ്ട്, ഭസ്മം അണിയുന്നതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ, മുരുക ഭഗവാന്റെ കഥകളെക്കുറിച്ച് വീഡിയോ ചെയ്യുമോ എന്നെല്ലാം ഓരോ വീഡിയോകളായിട്ട് ഞാൻ ഇടും. തീർച്ചയായിട്ടും ഭസ്മം അണിയുന്നതിനെക്കുറിച്ചെല്ലാം ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടാം. ഒരുപാട് പേർ ആ വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നറിയുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച്, ഉദാഹരണത്തിന് ജീവസമാധികളെക്കുറിച്ചോ അതുമല്ലെങ്കിൽ നമ്മുടെ സിദ്ധരഹസ്യങ്ങളെക്കുറിച്ചോ സിദ്ധന്മാരെക്കുറിച്ചോ അല്ലെങ്കിൽ മുരുക ഭഗവാന്റെ കഥകളെക്കുറിച്ചോ ഇനി ശിവഭഗവാനെക്കുറിച്ചോ എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു തരാം. എന്താണോ നിങ്ങൾക്ക് അറിയേണ്ടത് അതിനെക്കുറിച്ച് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കും. ഞാൻ എന്താണെങ്കിലും ഓരോ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള തിരുനാമങ്ങൾ, തിരുകഥകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയുവാൻ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിട്ടേശായ നമഃ.